വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി Hallelujah. Praise the Lord. യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളേവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം ഏറ്റവും വലിയ ഭാഗ്യപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട സമയമായിട്ട് പ്രിയമുള്ളവരെ ഞാൻ കാണുകയാണ്. ദൈവത്തിൻ്റെ സുവിശേഷം പറയുക, ഇതിൽ പരം ഏറ്റവും ശ്രേഷ്ഠമായ ജോലി ലോകത്തിൽ ലഭിക്കാനില്ല. ആ സുവിശേഷം കേൾക്കുക. ലോകത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയ ഏറ്റവും നല്ല വാർത്ത, ഏറ്റവും നല്ല ന്യൂസ് എപ്പോഴും സുവിശേഷമാണ്. അങ്ങനൊരു അനുഗ്രഹത്തിൻ്റെ സമയമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി വീട്ടുതലിനും അനുഗ്രഹത്തിനും കാരണമാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരും പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. അത്ഭുത കൃപയാൽ നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവവചനങ്ങൾ സ്വീകരിക്കാൻ തക്കവിധം, അത് മനസ്സിലാക്കുവാൻ തക്കവിധം, അതിനെ അനുസരിക്കാൻ തക്കവിധം യേശുവേ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ നിറയപ്പെടട്ടെ. പരിശുദ്ധ അമ്മ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ ദാസി എന്ന്. ആ അമ്മയിൽ നിറഞ്ഞ കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞ് ദൈവദൂതൻ അഭിസംബോധന ചെയ്തല്ലോ. ദൈവത്തെ, ആ വചനത്തെ സ്വീകരിക്കുവാനും ദൈവവചനത്തെ അനുസരിക്കുവാനും പരിശുദ്ധ അമ്മ കാട്ടിയ ആ അനുസരണം, ആ അഭിഷേകം അമ്മയിൽ ഉണ്ടായിരുന്നതുപോലെ ഞങ്ങൾക്കും ദൈവമേ നൽകണമേ. ഞങ്ങളുടെ ജീവിതം അപ്പാടെ മാറട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലനം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുന്ന
അഭിഷേകം കർത്താവേ നീ ഞങ്ങൾക്ക് നൽകണമേ, കൃപ നൽകണമേ. യേശുവേ നീ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം പുതിയ പേരിൽ അറിയപ്പെടുക എന്നുള്ളതാണ്. പുതിയ പേരിൽ അറിയപ്പെടുക. നല്ലതല്ലാത്ത, അനുഗ്രഹമല്ലാത്ത പല പേരുകളും പ്രിയമുള്ളവരെ അത് മാറ്റി നിങ്ങൾക്ക് ഒരു പുതിയ പേര് നിങ്ങൾക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം അതിൻ്റെ 62-ാം അധ്യായം 2-3 തിരുവചനങ്ങളിൽ പ്രിയമുള്ളവരെ ഇങ്ങനെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ ഒരു രാജകീയ മകുടവും. പരിത്യക്തനെന്ന് നീയോ വിജനമെന്ന് നിന്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല. അപ്പോൾ തിരുവചനം എന്താ ഇവിടെ പഠിപ്പിക്കുന്നത്? കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ ഇനി മുതൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിലെ ശക്തമായ ഒരു ഉപകരണമായിരിക്കും നീ. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രിയമുള്ളവരെ ദൈവം തമ്പുരാൻ ഒരു പുതിയ പേര് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാന്യമായ പേര്, ശ്രേഷ്ഠമായ പേര്, പരിശുദ്ധമായ ഒരു പേര് ദൈവം നമുക്ക് നൽകുകയാണ്. അബ്രഹാം പിതാവിനെ നമുക്ക് നോക്കാം. അബ്രാം എന്ന ആ പേരിൽ അറിയപ്പെട്ടിരുന്ന അവൻ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചപ്പോൾ, ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ ദൈവം അബ്രഹാത്തോട് പറയുകയാണ്, അബ്രാമേ നിന്റെ ആ പേരിനെ ഞാൻ മാറ്റുകയാണ്. അബ്രാം എന്ന ചെറിയ പേരിനെ അബ്രഹാമാക്കി ദൈവം മാറ്റുന്നു. പഴയ പേരിനെ ദൈവം മായ്ച്ചു കളഞ്ഞ് വെട്ടിമാറ്റി ഒരു പുതിയ പേര് ഇതാ അബ്രഹാത്തിന് ദൈവം കൊടുക്കുകയാണ്. അബ്രഹാം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. അവൻ്റെ ജീവിതത്തെ, നാളെ സംഭവിക്കാൻ പോകുന്ന ജീവിതത്തെ തെളിവായി കാണിക്കുന്ന, ജീവിതത്തിൻ്റെ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന, അവൻ്റെ ദൗത്യത്തെ സൂചിപ്പിക്കുന്ന പേരാണ് അബ്രഹാം. എന്താണ് അതിൻ്റെ അർത്ഥം? അനേക ജനതകളുടെ പിതാവ് എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാത്തിന് പുതിയൊരു പേര് ദൈവം കൊടുത്തു. ആ പേരിൽ അവൻ അറിയപ്പെടാൻ തുടങ്ങി, ആ പേരിൽ വിളിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താണ് പിന്നീട് കാണുന്നത്? ആ പേരിൻ്റെ അർത്ഥം പോലെ അവൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ക്രമപ്പെടാൻ തുടങ്ങി. 100-ാം വയസ്സിൽ കുഞ്ഞുങ്ങളുണ്ടായി. ഇസ്രായേൽ ജനത്തിൻ്റെ വല്യപ്പനെന്ന് വിളിക്കപ്പെടുന്നു. വിശ്വാസികളുടെ മുഴുവൻ പിതാവെന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ദൈവം ആ പേര് കൊടുത്തത് വെറുതെയായില്ല. വീണ്ടും നമുക്ക് കാണാം സാവൂളിനെ.
സാവൂൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ഡമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് പായുകയാണ്. അങ്ങനെ പായുന്ന സമയത്താണ് ഇതാ സ്വർഗത്തിൽ നിന്ന്, ആകാശത്ത് നിന്ന് ഇതാ വലിയൊരു മിന്നൊളി അവൻ്റെ മേൽ അടിച്ചു. ആ മിന്നൊളിയാൽ കുതിരപ്പുറത്തുനിന്ന് അവൻ താഴോട്ട് വീണു. അവൻ്റെ മുഖം പ്രകാശത്താൽ ജ്വലിച്ചു. സൂര്യനോട് അടിച്ച് അവനൊന്നും കാണാൻ പറ്റുന്നില്ല. മുഖം അന്ധമായി പോയി. അവൻ ഭയപ്പെട്ട് ചോദിച്ചു, ആരാണ് നീ? ആരാണ് നീ? നീ പീഡിപ്പിക്കുന്ന യേശുവാകുന്നു ഞാൻ എന്ന് പറയുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ആ ഒറ്റ ദർശനത്തിലൂടെ, ആ ഒറ്റ തൊടലിലൂടെ, ആ സംഭവത്തിലൂടെ, ആ ഡിവൈൻ സ്പർശനത്തിലൂടെ ഇതാ അവനൊരു പുതിയ പേര് സ്വീകരിക്കുകയാണ്, പൗലോസ് എന്ന പേര്. സാവൂൾ മാറ്റപ്പെട്ടു. ഇതാ പൗലോസ് അവൻ്റെ ജീവിതത്തിലേക്ക് പൗലോസ് എന്ന പേര് അവൻ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി മാറി. മാമോദിസ സ്വീകരിച്ച് പിന്നെ ക്രിസ്തുവിൻ്റെ ജ്വലിക്കുന്ന തീപ്പന്തമായി അവൻ മാറ്റപ്പെടുകയാണ്. ക്രിസ്തു സാവൂളിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. അവൻ്റെ ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ അവൻ്റെ പഴയ സ്വഭാവം എന്നേക്കുമായി മാറ്റപ്പെട്ടു. പുതിയൊരു ജീവിതത്തിലേക്ക് അവൻ ജനിച്ചു. പുതിയൊരു പേരിൽ അവൻ അറിയപ്പെടാൻ തുടങ്ങി. സാവൂളിൻ്റെ ലേഖനങ്ങളെന്നല്ല ബൈബിൾ പറയുന്നത്, പിന്നെയോ വിശുദ്ധ പൗലോസ്ലീയ എഴുതിയ ലേഖനങ്ങൾ. ഒരു നിമിഷം വരെ നിന്നെ മാറ്റിമറിക്കാൻ നമ്മുടെ കർത്താവിന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പത്രോസ്ലിയായെ നോക്കിക്കേ. പത്രോസിനെ നേരത്തെ സുവിശേഷങ്ങളിൽ മുഴുവൻ പരിചയപ്പെടുന്നത് എപ്പോഴും പത്രോസിന്റെ മുൻപിൽ വേറൊരു പേരും കൂടെ ചേർത്താ. എന്താ? സിമിയോൻ പത്രോസ്, സിമിയോൻ പത്രോസ്, സിമിയോൻ പത്രോസ്. കാരണം അവൻ്റെ സ്വഭാവം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിമിയോൻ പത്രോസ് എന്ന് പറഞ്ഞാൽ സിമിയോൻ എന്ന പത്രോസാണ് ഇത്. പണ്ട് സിമിയോൻ ആണിരുന്നു. അപ്പൊ സിമിയോൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാങ്ങണ എന്ന അർത്ഥം. നമുക്കറിയാം, ഞാങ്ങണ വലിയ ബലമില്ലാത്ത സാധനമാണ്. ബലമില്ലാത്ത സാധനം, ഒരു ചെടിയാണത്. ഈ ഞാങ്ങണ കാറ്റും മഴയും ഒന്നുമില്ലെങ്കിൽ നേരെ നിൽക്കും. ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി, ആടാൻ തുടങ്ങും. നല്ല കാറ്റാണെങ്കിലോ നല്ലൊരു കാറ്റും മഴയാണല്ലോ, അത് ആടി വളഞ്ഞ് ഇതാ കുമ്പിട്ട് ഒടിഞ്ഞു കിടക്കും. പിന്നെ എത്ര നേരം വേണം അതൊന്ന് നേർന്ന് പറയണമെങ്കിൽ? ഈ ഞാങ്ങണയുടെ സ്വഭാവം എന്തായിരുന്നു? അതായിരുന്നു ഈ യേശുവിൻ്റെ കൂടെ നടന്ന കാലഘട്ടങ്ങളിൽ പോലും പത്രോസിനുണ്ടായിരുന്നത്. പെട്ടെന്ന് കോപിക്കുക, ദേഷ്യപ്പെടുക, എടുത്തടച്ച് സംസാരിക്കാം, പെട്ടെന്ന് ചാടി ഇറങ്ങുക, നമുക്ക് പോകാമെന്ന് പറയുക, വകതിരിവില്ലാതെ സംസാരിക്കുക, പെട്ടെന്ന് വിശ്വസിക്കുക, പെട്ടെന്ന് നോ പറയുക, ചാടിക്കയറി ഉത്തരം പറയുക. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവം, ഇത് ഞാങ്ങണയുടെ സ്വഭാവമാണ്. ആലോചിക്കാതെ കാര്യം പറയുക. ഇങ്ങനെയുണ്ടായിരുന്ന ഈ പത്രോസ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെയൊക്കെ പ്രതീകമാണ് ഈ പത്രോസ് എന്ന് പറയുന്നത്, ഈ യാക്കോബ് എന്ന് പറയുന്നത്, ഈ സാവൂൾ എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെയുണ്ടായിരുന്ന ഈ പത്രോസ് എന്തു ചെയ്തു? യേശു മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തു. അത് കഴിഞ്ഞ് ഇവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഈ ശിഷ്യന്മാരുടെ മേൽ, അവരുടെ മധ്യത്തിലിരുന്ന പത്രോസിന്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ അവനൊരു പുതിയ വ്യക്തിയായി മാറ്റപ്പെട്ടു. പരിശുദ്ധാത്മാവിനിൽ ക്രിയ ചെയ്യപ്പെട്ടു. പഴയ മനുഷ്യനെ, ഭീരുത്വത്തിൻ്റെ, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ഭയന്നിരുന്ന, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ അത്ര ഭീരുത്വമായിരുന്ന പത്രോസിന്റെ ആ പഴയ ജീവിത സ്വഭാവത്തെ എന്നേക്കുമായി നിർവീര്യമാക്കിക്കൊണ്ട്, മുറിച്ചു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ശക്തി പത്രോസിന്റെ മേൽ ഇറങ്ങി, പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പിന്നീട്
അവൻ ആരെ കണ്ട് ഭയന്നാണ് ഒളിച്ചിരുന്നത്, അവരുടെ മധ്യത്തിലേക്ക്, സമൂഹത്തിലേക്ക്, പട്ടണത്തിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സുവിശേഷങ്ങളിലെല്ലാം പത്രോസിനെ പരിചയപ്പെടുത്തുന്നത് സിമിയോൻ പത്രോസ്, സിമിയോൻ പത്രോസ്, സിമിയോൻ പത്രോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ്റെ പഴയ സ്വഭാവം കൂടെ ചേർത്ത് വെച്ചാണ് അവനെ പരിചയപ്പെടുന്നത്. എന്നാൽ അപ്പസ്തോല പ്രവർത്തികൾ തുടങ്ങിയ ലേഖനങ്ങളിലെല്ലാം സിമയോൻ എന്നൊരു വാക്ക് പോലും അവിടെ കാണുകയില്ല. പത്രോസ് അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നു. പത്രോസ് അവൻ്റെ കൈക്ക് പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കുക എന്ന് പറഞ്ഞു. പത്രോസ് മട്ടുപ്പാവിലേക്ക് പോയി. പത്രോസ് കാഗ്രാഹരത്തിൽ കിടന്നുറങ്ങി. അവിടെ പത്രോസ് എന്ന പേരേ ഉള്ളൂ. പഴയ സ്വഭാവം പോലും, ആ സ്വഭാവത്തെ പ്രതിനിധീകരിച്ചിരുന്ന ആ പേര് പോലും അവിടെ ചേർക്കുന്നില്ല. അതെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് പുതിയ സൃഷ്ടിയാകുന്നു. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്കും സാധിക്കും സഹോദര, സഹോദരി. നിങ്ങളാരുമായിക്കോട്ടെ, പത്രോസിന്റെ സ്വഭാവങ്ങളെല്ലാം നമ്മളിലുണ്ട്. നമ്മളിപ്പോൾ പള്ളി പോയിട്ട് കാര്യമില്ല, കൺവെൻഷൻ പോയിട്ട് കാര്യമില്ല, വെറുതെ കൊന്തയും ചൊല്ലി ഇരുന്നിട്ട് കാര്യമില്ല. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ജീവിതത്തെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? 2 കൊരിന്ത്യർ 5:17 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിലാകുക. ഞാൻ ക്രിസ്തുവിലാകണം. ഞാൻ ക്രിസ്തുവിലാകുക എന്ന് പറയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്ന് ബൈബിൾ എത്രയോ പ്രാവശ്യം പറയുന്നുണ്ട്. ഇതിനെയാണ് അടിസ്ഥാന മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിലാകുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. അവൻ്റെ പഴയ ജീവിതവും പഴയ പേരും എല്ലാം മാറ്റപ്പെട്ടു. ഇതാ പുതിയ പേര് അവന് വന്നു കഴിഞ്ഞു. പുതിയത് അവൻ്റെ മേൽ കടന്നു വന്നു. പഴയ തോമസ് കടന്നുപോയി, ഇതാ പുതിയ തോമസ് കടന്നു വരികയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആലപ്പുഴ പുന്നപ്പുറയിൽ പണ്ട് ഒരു വ്യക്തിയെ നാട്ടുകാരെല്ലാം വിളിച്ചത് ഇറച്ചി ആൽബിൻ എന്നാ വിളിച്ചിരുന്നത്. കാരണം നാട്ടുകാർക്കെല്ലാം ഇയാൾ ഒരു ഭീഷണിയായിരുന്നു. ഇറച്ചി ആൽബിൻ കവലയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ പലരും കട അടയ്ക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഭയമാ. കത്തി എപ്പോഴും അരയെ കാണും. പലരെയും കുത്തുക, ഒരു ഭയവുമില്ലാതെ ആരെയും കുത്തി മുറിപ്പെടുത്താനും കൊല ചെയ്യുവാനും തയ്യാറാണ്. ചോര ഒഴുകുന്ന കത്തി അത് ചാരായത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. പലപ്പോഴും പോലീസുകാർക്ക് പോലും ഇവനെ പിടിക്കാൻ അടുത്തോട് ചെല്ലാനോ ഭയമാ. അപ്പോൾ നാട്ടുകാരിട്ട ഓമനപ്പേരാണ് ഇറച്ചി ആൽബിൻ. അങ്ങനെയൊരു പൊൻതൂവൽ, അങ്ങനെയൊരു പേര് അവന് കിട്ടിയത് അവന് തന്നെ ഒരു ഗെറ്റപ്പായി. അങ്ങനെ നടക്കുന്ന കാലഘട്ടത്തിലാണ് യേശു ഈ ഇറച്ചി ആൽബിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സുവിശേഷം കേട്ടു. സുവിശേഷത്തിലെ യേശുവിനെ അവൻ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. തൻ്റെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ചു. ജീവിതം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അവന് പുതിയ പേരിൽ അവൻ അറിയപ്പെടാൻ തുടങ്ങി. അവനൊരു പുതിയ വ്യക്തിത്വത്തിലേക്ക് കടന്നു വന്നു. യേശു അവൻ്റെ പഴയ സ്വഭാവത്തെ മാറ്റി ഒരു പുതിയ ജീവിതം അവൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുക ചെയ്തത്. ഇന്ന് ലോകം മുഴുവൻ, നാട്ടുകാർ മുഴുവൻ അവനെ വിളിക്കുന്നത് ബ്രദർ ആൽബിൻ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാക്കാരൻ ആൽബിൻ, സമരിയാക്കാരൻ ആൽബിൻ. കാരണം അനേകർക്ക്, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് അവൻ ഈ ആൽബിൻ ഒരു സഹായമാണ്, ഒരു സമരിയാക്കാരനാണ്, അനേകർക്ക് ആശ്വാസമായി എന്ന പുന്നപ്പുറയിൽ മാറിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാ അവനൊരു പുതിയ പേരിൽ അറിയപ്പെടുന്നു. അവനൊരു പുതിയ സ്വഭാവം ലഭിക്കുമ്പോൾ ഇതാ പുതിയ പേര് ദൈവം നിനക്ക് നൽകുകയാണ്. ആ പേരിൽ അറിയപ്പെടുന്നു. എത്രയോ ഭാഗ്യമാണിത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മേൽ വീണിരിക്കുന്ന, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ നിങ്ങളുടെ മേൽ വീണിരിക്കുന്ന ആ ദുഷിച്ച പേരിനെ, ആ പേര് അങ്ങനെ വീഴാനും കാരണമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ.
അങ്ങനെ കാരണമായ നിങ്ങളുടെ സ്വഭാവത്തെ മുഴുവൻ അടിമുടി വെട്ടി മുറിച്ച് മാറ്റുന്ന പോലെ മാറ്റുവാൻ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഈ പറഞ്ഞ അബ്രഹാത്തിൻ്റെ ജീവിതത്തിലേക്ക്, പത്രോസിൻ്റെ ജീവിതത്തിലേക്ക്, സാവൂളിൻ്റെ ജീവിതത്തിലേക്ക്, ആൽബിൻ്റെ ജീവിതത്തിലേക്ക്, അങ്ങനെ ഇന്നും ജീവിക്കുന്ന അനേകരുടെ ജീവിതത്തിലേക്ക് യേശു വന്നതിൻ്റെ ഫലമായി ജീവിക്കുന്ന അനേകം വിശുദ്ധന്മാർ ഇന്നുമുണ്ട്. നിങ്ങൾക്കും അവരിൽ ഒരുവനെ പോലെയാകാം. നിങ്ങൾക്കറിയാവോ, ലോക ചരിത്രത്തെ രണ്ടായിട്ട് മുറിച്ചു മാറ്റി. എന്താണെന്നറിയാവോ? യേശുവിൻ്റെ ജനനം. സ്വർഗത്തിലെ ദൈവം മനുഷ്യ അവതാരമെടുത്ത് യേശു ഭൂമിയിൽ കാലുകുത്തിയപ്പോൾ ലോക ചരിത്രം രണ്ടായി. BC എന്നും AD എന്നും അറിയപ്പെടാൻ തുടങ്ങി. യേശുവിന് മുൻപുള്ള കാലഘട്ടവും യേശുവിന് ശേഷമുള്ള കാലഘട്ടവും. ഇത് ദൈവത്താൽ സംഭവിച്ചതാ. ദൈവം അല്ലെങ്കിൽ യേശു ഭൂമിയിൽ കാലുകുത്തിയപ്പോൾ ഭൂമി ചരിത്രം രണ്ടായിട്ട് വിഭജിച്ചതുപോലെ ഈ യേശു നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങുമ്പോൾ, അവൻ കാലുകുത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം പഴയതെന്നും പുതിയതെന്നും കാണുവാൻ തക്കവിധം മാറ്റപ്പെടും. വ്യക്തമായിട്ട്, റിയലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും. യേശു നിങ്ങളുടെ ജീവിതത്തിൽ കാലുകുത്തിയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വീകരിക്കണം. ഈ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുവാൻ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം പഴയതെന്നും പുതിയതെന്നും അറിയപ്പെടാൻ തുടങ്ങി. പഴയ ജീവിതം എന്നേക്കുമായി മാറ്റപ്പെട്ടു. പുതിയ പേരിൽ നീ അറിയപ്പെടും. ആ പേരിനനുസരിച്ചുള്ള അത്ഭുത ക്രിയകൾ, ജീവിത ഉയർച്ചകൾ, അഭിവൃദ്ധികൾ, ഉന്നതികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനെന്ത് ചെയ്യണം? അവിടെ ഇവിടെ ഓടി നടന്നിട്ട് കാര്യമില്ല. പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ട് കാര്യമില്ല. തീർത്ഥാടന കേന്ദ്രങ്ങൾ ഓടിയിട്ട് കാര്യമില്ല. ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അടുത്ത ധ്യാന കേന്ദ്രത്തിൽ ഓടിയിട്ട് കാര്യമില്ല. ഒന്നും പോകരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഇത് സംഭവിക്കാൻ വേണ്ടി ആകണം. അതിനായി കർത്താവേ, എനിക്കൊരു പുതിയ പേര്, ആ പേരിൽ അറിയപ്പെടണം. ഒരു ദൈവമകൻ, ഒരു വിശുദ്ധൻ, ഒരു വിശുദ്ധ, ഒരു നിഷ്കളങ്ക, ഒരു പുണ്യവാളൻ, ഒരു വിശുദ്ധനായ മനുഷ്യൻ എന്ന പേരിൽ, നല്ല ഒരു പേരിൽ ഞാൻ അറിയപ്പെടണം. ആ ജീവിതത്തിനനുസരിച്ചുള്ള ഒരു സ്വഭാവത്തിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്തണമേ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ പഴയ കില്ലപ്പേര്, പഴയ പേരുകളെല്ലാം മാറ്റപ്പെടും. അങ്ങനെ നീ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കാരണവാനായ കർത്താവേ, ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിക്കുകയാണ്. ഏറ്റെടുക്കണമേ. ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വേദനകൾ, ദുഃഖങ്ങൾ, ഓർത്തോർത്തുള്ള അവരുടെ പ്രയാസങ്ങൾ, കരയുന്ന അനുഭവങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങളും, പലരിൽ നിന്നുണ്ടായ പരിഹാസങ്ങളും നിന്ദനങ്ങളും ഇരട്ടപ്പേരുകളും എല്ലാം ഓർത്ത് ഇവർ വേദനിക്കാറുണ്ട്, കരയാറുണ്ട്. യേശുവേ, ഇവരുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഒരു മാനസാന്തരം നീ കൊടുക്കണം കർത്താവേ. ഒരാഗ്രഹം കൊടുക്കണമേ കർത്താവേ. പ്രാർത്ഥനയിൽ ആത്മീയമായിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒരാഗ്രഹം ഈ മക്കളുടെ മേൽ നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആഗ്രഹമുള്ള എല്ലാ മക്കളും ഈ ഒരു കരങ്ങളെയും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, കൃപ വർഷിക്കപ്പെടട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. അബ്രാമിനെ അബ്രഹമാക്കിയ കർത്താവേ, ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സന്തതികളെ നൽകി ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അനേകം സന്തതികൾക്ക് ഇവർ അപ്പനും അമ്മയുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
യാക്കോബ് അവൻ്റെ പഴയ ചതി സ്വഭാവം, വക്രം നിറഞ്ഞ സ്വഭാവത്തെ മാറ്റി ദൈവത്തിൻ്റെ പ്രഭു എന്ന ഇസ്രായേൽ എന്ന പേര് സമ്പാദിച്ചുവെങ്കിൽ യേശുവേ, അങ്ങനെ പാപത്തിൻ്റെ ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ കഴിയുന്ന അനേക മക്കൾ ഇതിനകത്തുണ്ട്. അവർക്ക് ആ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്ന പേരുകളെല്ലാം മാഞ്ഞു പോകട്ടെ. ഒരു പുതിയ പേരിൽ, ഒരു വിശുദ്ധ പേരിൽ, സത്യസന്ധൻ എന്ന പേരിൽ അറിയപ്പെടാനും ജീവിക്കുവാനും കാരണമാകട്ടെ ഉള്ള കൃപയുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവേ. അനേകരെ വേദനിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന സാവൂളുമാര് മരിച്ച പൗലോസുമാര് ദൃഷ്ടിയാൽ ജ്വലിക്കുന്ന കർത്താവിൻ്റെ തീപ്പന്തങ്ങളായി മാറുന്ന പൗലോസുമാരുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പത്രോസിന്റെ ഞങ്ങളെ പോലെ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്ന സ്വഭാവം, വാടിപ്പോകുന്ന സ്വഭാവം, വീണു പോകുന്ന സ്വഭാവം, അതിൽ നിന്ന് കർത്താവേ നീ ഇവരെ ഉദ്ധരിക്കണമേ. ഉറപ്പുള്ള, പാറ പോലെ ഉറപ്പുള്ള പത്രോസിന്റെ ആ പേര് സ്വീകരിച്ചു അതേ അഭിഷേകം ഇവിടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ മോശപ്പെട്ട എല്ലാ കളിയാത്ത പേരുകളും, നാട്ടിലറിയപ്പെടുന്ന ഇരട്ടപ്പേരുകൾ എല്ലാം മായപ്പെടട്ടെ കർത്താവേ. ഇന്നു മുതൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇവിടെ മേൽ ഈ ആത്മാവ് വ്യാപരിക്കട്ടെ. ഇവിടെ പഴയ മനുഷ്യൻ എന്നേക്കുമായി മാറ്റപ്പെടട്ടെ. നീ കൊടുക്കുന്ന, നീ ഇടുന്ന പുതിയ പേരിൽ ഇവർ ഇന്നു മുതൽ അറിയപ്പെടട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ. കാലാമുറകൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. ദേശത്തിന്, ഇടവയ്ക്ക്, സമുദായത്തിന്, സഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ മേൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തി ഇവിടെ മേൽ കടന്നു വരട്ടെ, വ്യാപരിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവിക ശക്തിയിൽ നമുക്ക് വ്യാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നു മുതൽ ഒരു പുതിയ പേരിൽ നിങ്ങൾ അറിയപ്പെടാൻ പോകുക. യേശു നിങ്ങളുടെ ജീവിതത്തിൽ കാലുകുത്തുമ്പോൾ അന്നു മുതൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി. കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.